ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിൻ്റെ കൃപയാൽ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം എന്ന വിഷയത്തിൻ്റെ 7-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹായ സഹകരണങ്ങൾ, പ്രാർത്ഥനയുടെ പിൻബലം എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വചനങ്ങളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ സെക്ഷനിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ച് നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിനായിരിക്കാം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. നമുക്കറിയാം, ഈ ലേഖനത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം തൻ്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇതായിരുന്നു. അപ്പം അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ ഫലം നിങ്ങളാണ്. രക്ഷിക്കപ്പെട്ടതായ ഓരോരുത്തരുമാണ് എൻ്റെ അപ്പസ്തോലത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലം. അതിലെനിക്ക് പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസ ഫലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. അതുതന്നെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആ ശുശ്രൂഷയുടെ ഒരു റിസൾട്ട് ആ ദേശം രക്ഷിക്കപ്പെട്ടതായ ദൈവജനമാകിയാൽ അദ്ദേഹം അതിൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷ ഫലങ്ങളാണ് നിങ്ങളെന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. ഏതൊരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷ ചിലർ രക്ഷിക്കപ്പെടുന്നു പറയുമ്പോൾ ചിലർ മറ്റേതെങ്കിലും നിലയിൽ വിടുതൽ പ്രാപിച്ചതായിട്ടോ അനുഗ്രഹം പ്രാപിച്ചതൊക്കെ അറിയുമ്പോൾ അത് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം മരണ വീട്ടിൽ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചതായ ഒരു ദേവദാസൻ, അദ്ദേഹം ഞങ്ങളെമ്മ കണ്ട് 10-26 കൊല്ലമായി. അതുകൊണ്ട് ഇപ്പോഴത്തെ ലെവലിൽ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ എൻ്റെ പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി. അദ്ദേഹം എന്നെ പിന്നീട് സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. പ്രധാനകൃപയാലെ പലരെയും ഇവരും പഠിപ്പിക്കുന്ന താമസം നിന്നു. പലരും ഇന്ന് കർത്താവിൻ്റെ വേലയിലുണ്ട്. ചിലരോടൊക്കെ സുവിശേഷം പറയുവാനായിട്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, കൃതജ്ഞകൃപയാൽ രക്ഷിക്കപ്പെടുവാനായിട്ട്, കർത്താവിൻ്റെ വില ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചു. അതെല്ലാം ഓർത്ത് എനിക്ക് ശ്രദ്ധിക്കുകയും അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഇവിടെ പൗലോസ് അതിനെയാണ് പറഞ്ഞത്, എൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ഫലങ്ങൾ നിങ്ങളാണ്, നിങ്ങളതിൻ്റെ പത്രങ്ങളായി മാറിയിരിക്കുന്നു. എന്നിട്ട് അടുത്തത്, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. എപ്പോഴും പൗലോസ് താൻ നിൽക്കുന്നത് കൃപയിലാണെന്ന് പറയുവാനായിട്ട് ഉത്സാഹമുള്ള ആളുകളായിരുന്നു. നമ്മെ സംബന്ധിച്ചുള്ളതൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മെ ഒന്ന് പുകഴ്ത്തി പറയുവാനായിട്ട് ശ്രമിക്കുവാൻ, അത് സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് യാദൃശ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. മനഃപൂർവ്വമായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വം നിർബന്ധമില്ല. അറിഞ്ഞോ അറിയാതൊക്കെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ട്. പോലീസ് പറയുന്നത്, ഞാൻ നിന്നതൊക്കെ കൃപയാലാണ് എന്ന് പറഞ്ഞാൽ കൃപയൻ ജീവിതത്തിലില്ലായിരുന്നെങ്കിൽ ഞാനൊന്നുമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ,
എനിക്കത് വളരെ ഇഷ്ടമാണ്. എനിക്ക് പാടാൻ കഴിയില്ലെന്നേ ഉള്ളൂ. കൃപയിലാണ് അല്ല, ഞങ്ങൾ പണ്ട് തല്ലിപ്പുള്ളികളായിരുന്നു, കൃപയൊന്നല്ലാതെ അല്ലേ. അപ്പോൾ സത്യത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് കൃപ തന്നെയാണ്. കൃപയെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും പുകഴുവാനൊന്നുമില്ല. നമ്മൾ ചുമ്മാ വല്ലതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ കൃപയാലാണ് നമ്മൾ ഓർത്തിരിക്കണം. ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൃപാപരമാണ്, കൃപയാൽ ചെയ്യുന്നതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. നാം ഇന്ന് നിന്നത് കൃപയാലാണ്. ഈ കൃപയില്ലാതെ ഞാൻ എൻ്റെ മിടുക്കുകൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ വിശുദ്ധി കൊണ്ട് നെവർ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. കൃപയല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മൾക്ക് സ്വയമായിട്ടുള്ള ഒരു ആത്മീയ നീളം കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ വിശുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. കൃപയാൽ നമ്മളായിത്തീർന്നിരിക്കുകയാണ്. പൗലോസ് പറയുന്നത്, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ലായിരുന്നു, പക്ഷെ എന്താണ്, നിങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. പ്രസംഗിക്കാൻ കഴിഞ്ഞത്, അതിന് പ്രാപ്തി നൽകിയത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പ്രാർത്ഥിക്കാൻ കൃപ നൽകിയത് ദൈവമാണ്. പാടുവാൻ കൃപ നൽകിയത് ദൈവമാണ്. നമ്മൾ കാണിക്കുന്നത് ഏതൊരു ശുശ്രൂഷയുടെയും അതിൻ്റെ പ്രാപ്തി നൽകിയത് ദൈവമാണെന്നുള്ളതായ ഒരു ബോധ്യം നമ്മെ എപ്പോഴും ഭരിപ്പാനിടയായിരിക്കണം. ദൈവമാണ് എനിക്ക് ആ കൃപ തന്നത് എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിപ്പാനിടയായിത്തീരണം. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊന്നും അല്ല എന്ന് ചിന്തിക്കുന്നതിനെതിരാറുണ്ട്. ഓർക്കുക, കൃപയാൽ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ലഭിച്ച പദവികൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ലഭിച്ച താലന്തുകൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കുള്ള നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ഓർത്താൽ നമുക്കൊരു വിനയമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിതിനെ അഹങ്കരിക്കാനിടയായിത്തീരും. നെബൂഖദ്നേസർ അങ്ങനെ സംഭവിച്ചല്ലേ, ഞാൻ എൻ്റെ പ്രതാപ മഹത്വത്താൽ, അങ്ങനെയൊക്കെയല്ലേ പുള്ളി പറഞ്ഞത്. അതുകൊണ്ടല്ലേ ദൈവം എന്നെ തടിച്ച് താഴെയിട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവസത്തിൽ കടന്നു ചെല്ലുമ്പോഴേ ഞാൻ ഇതുവരെ ആയതൊക്കെ ഇതിൻ്റെ കൃപയാലാണെന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്തത്, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. ഞങ്ങളെ പ്രാപ്തരായതല്ല, ദൈവത്താൽ ഞങ്ങളെ പ്രാപ്തരായതാണ്. ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയതാണ്. ഈ ശുശ്രൂഷ നമുക്ക് എങ്ങനെ ലഭിച്ചതാണ്? ദൈവം നമ്മെ പ്രാപ്തരാക്കിയതുകൊണ്ടാണ്. ഓർക്കേണ്ട ഒരു കാര്യം, നാം ഒരു പ്രസ്ഥാനത്തിൻ്റെ ശുശ്രൂഷകരല്ല. മാനുഷികമായിട്ട് നമ്മൾ പല പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പല സഭകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരായിരിക്കാം, പല മാനുഷിക നേതൃത്വങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കാം. ഓർക്കേണ്ട കാര്യം, നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ഇവരാരുമല്ല. നമ്മെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കിയത് ഇവരാരുമല്ല. ചിലപ്പോൾ നമ്മൾ ചില സെമിനാറുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ബൈബിൾ കോളേജിലോ അതിന് മുകളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ച ആളുകളായിരിക്കാം, ഡിഗ്രികളുണ്ടായിരിക്കാം. പക്ഷേ നമ്മെ സത്യത്തിൽ പ്രാപ്തരാക്കിയത് ദൈവമാണ്. ദൈവമാണ് വേലയ്ക്ക് വിളിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ അധികമായി നാം ദൈവത്തോട് വിശ്വസ്തന്മാരായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പക്കൽ ഏൽപ്പിച്ച ശുശ്രൂഷയെ അത് നിറപടിയായി ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ റിപ്പോർട്ടുകൾ എഴുതി നമ്മുടെ ലീഡേഴ്സിന് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചില സംഘടനകളൊക്കെ വർക്കേഴ്സിനെ ഇവിടെ റിപ്പോർട്ട് എഴുതിച്ച് അവരുടെ ഓഫീസുകളിലേക്ക് കൈപ്പറ്റുന്ന രീതികളുണ്ട്. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിനെ ബോധിപ്പിക്കുവാൻ വേണ്ടി, അവരെ നടുവിൽ നമുക്ക് നല്ല പേര് ലഭിക്കാൻ വേണ്ടിയൊക്കെ റിപ്പോർട്ട് നന്നായി എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്. ആ പ്രവർത്തനങ്ങളൊന്നും ഒരുപക്ഷെ ചെയ്തിട്ടായിരിക്കണമെന്നില്ല. എന്നാൽ ലീഡേഴ്സിന് മുമ്പിൽ നമ്മൾ റിപ്പോർട്ട് ചെല്ലുമ്പോൾ
നമ്മൾ മോശക്കാരാകാതിരിക്കാൻ വേണ്ടിയൊക്കെ റിപ്പോർട്ട് എഴുതുന്ന ആളുകളുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, അവരെന്ത് കാണുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മെ പുതു നിയമത്തിന്റെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തന്മാരാക്കിയത് ദൈവമാകിയാൽ ദൈവത്തോട് നമ്മുടെ സമർപ്പണം എങ്ങനെയാണ്, തീരുമാനം എങ്ങനെയാണ്, നമുക്കതിലെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് പാകപ്പിഴ സംഭവിച്ചു പോയെങ്കിൽ നമ്മൾ ക്രമീകരണം പ്രാപിക്കേണ്ടത്. അവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തോട് വിശ്വസ്തരായിരിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവ്, ഞാൻ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ ഒന്നുകിൽ കുറച്ചുകൂടി ചെറുപ്പമായിരുന്ന സമയത്ത്, ഇത് നമുക്ക് മറ്റു ചില സാധ്യതകളുള്ള സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരുന്ന ശുശ്രൂഷ നമ്മൾ വയസ്സും പ്രായമൊക്കെ ആയി നമ്മൾ വല്ലാതെ ക്ഷീണിതരായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് ദൈവം നിർബന്ധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് കുറച്ചു കാലം മുമ്പ് ആയിക്കൂടാ? ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും. ദൈവം ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിന് സമയമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ 97-8 കാലഘട്ടം മുതൽ ഒരു ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് പോയ വ്യക്തിയാണ്. അങ്ങനെ ഏകദേശം 99-2000 കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ ക്രമീകരണം അതിനെക്കൊണ്ട് ചെയ്തു വന്ന് ആ ഒരു കാര്യങ്ങൾ അന്ന് ഞാൻ ഉൾപ്പെടുന്നതായ പ്രസ്ഥാനത്തിൻ്റെ അധികാരികളെ അറിയിക്കാനിടയായിത്തീർന്നു. ചുരുക്കം പറഞ്ഞാൽ, ആ ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എല്ലാ നിലകളിലും തകർച്ചയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനുഭവം ഉണ്ടായി. അതോടൊപ്പം നിന്ന സഹപ്രവർത്തകർക്ക് മുന്നിൽ ഞാനൊരു കരടായി, നേതൃത്വത്തിന് ഞാനൊരു കരടായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അതുവരെ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് എല്ലാ ചട്ടിക്കുട്ടിക്കലങ്ങളെല്ലാം വാരി കെട്ടിപ്പെറുക്കി മറ്റൊരു ജില്ലയിലേക്ക് പോകേണ്ടി വന്നു. അതൊരു ഉൾപ്പെടുന്ന സഭയെ, പ്രസ്ഥാനത്തെ എല്ലാം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേദനിച്ചതായ നിമിഷങ്ങളായിരുന്നു. അങ്ങനെ പോയി മറ്റൊരു ബൈബിൾ സ്കൂളിൽ ഒരു അധ്യാപകനായി അവിടെ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അവരെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അവിടെ മറ്റൊരാളുടെ കീഴിൽ ബൈബിൾ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ അങ്ങനെ അവിടെ പോയി. അതിനുശേഷമായിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ഞങ്ങളുടെ സ്വദേശത്തേക്ക് തന്നെ വീണ്ടും വന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഈ സ്വപ്നം ബൈബിൾ സ്കൂൾ എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് പോലെ ആരംഭിച്ചു. സമാന ആശയമുള്ള ചില ദിവസമാരമായിട്ട് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ചു. അതിൻ്റെ നോട്ടുകളെല്ലാം പ്രിൻ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അവസാനം അതും വിജയിച്ചില്ല. വളരെ സങ്കടമായി തോന്നി. വർഷങ്ങൾ പിന്നെ അവിടുന്ന് 10-20 വർഷങ്ങൾ വീണ്ടും മാറിപ്പോയി. പിന്നീടാണ് ഇതിന് കൃപയാൽ ഇപ്പോഴിങ്ങനെ നമ്മൾ ഒരു ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ടൊരു ക്രമീകരണം ലഭിച്ചത്. ഞങ്ങളൊരു ഈവനിങ് ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവാവസരം ഒരിക്കൽ നമ്മളൊരു ഈവനിങ് ക്ലാസ് ആയിട്ടോ കുറച്ചും കൂടെ ഇതിന് സഹായിച്ചാൽ അതൊരു റെഗുലർ ക്ലാസ് ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളും എന്നോടത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ശാരീരികമായി ഞാൻ ഒരുപാട് ക്ഷീണത്തിലാണ്. മറ്റു പല നിലകളിലും ഞാൻ പണ്ടുള്ളതുപോലെ ഓടിയെത്തുവാൻ കഴിയാത്ത നിലകളുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സമയം ഇപ്പോഴാണ് തോന്നുന്നു കർത്താവ് അത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് എനിക്ക് തോന്നുന്നത് 189-190 കൂടെ ആയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്. അപ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ദൈവം നമ്മെ കൊണ്ട് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ കൊണ്ട് തന്നെ ജയിക്കും. നമുക്കൊരു പകരക്കാരനില്ല. നമ്മളൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നമ്മുടെ ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞാലും
അത് വരും, നിശ്ചയം താമസിക്കില്ല. നിനക്കൊരു കർത്താവ് ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, എന്നോട് ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു കൂടപ്പുറപ്പെ ഞാൻ പറയാം, നിശ്ചയമായും ദൈവം അത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഒരുപക്ഷെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം. അതിനു മുമ്പ് അനുകൂലമായ പല സാഹചര്യങ്ങളുള്ളപ്പോൾ നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ പ്രതികൂലമായിരിക്കുമ്പോൾ എങ്ങനെ നടക്കും ചോദിച്ചാലേ, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നിന്നെ കൊണ്ടത് ജയിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് അത് വിശ്വസിക്കുക, ദൈവം നിന്നോട് ജയിക്കും. അത് വിശ്വസിക്കുന്നു. ഇപ്പം കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ നമ്മെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ കർത്താവ് പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പഴയ നിയമത്തിലൊക്കെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു അല്ലേ? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അതിപ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷയായി. നീതിമാൻ വിശ്വാസാൽ ജീവിക്കും. വ്യത്യാസം വന്നു. പഴയ നിയമത്തെ ശുശ്രൂഷയുടെ വചനം പറയുന്നത്, എന്നാൽ കല്ലിൽ അക്ഷരമായി, അവിടെ തൊട്ടുമുമ്പ് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്ന, കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മണ്ഡല ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ്സിന്റെ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ. ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് കല്ലിൽ കുത്തിയ പ്രമാണം എന്തിന്റെ പ്രമാണമായിരുന്നു? മരണത്തിന്റെ പ്രമാണമായിരുന്നു. ഇത് ആത്മാവിന്റെ ജീവന്റെ പ്രമാണമാണ്. തേജസ് അന്ന് ഉണ്ടായിരുന്ന തേജസ്സിനേക്കാൾ അധികമായുള്ള തേജസ്സിന്റെ ശുശ്രൂഷയാണിത്. നാം ചെയ്യുന്നത് തേജസ്സിന്റെ ശുശ്രൂഷയാണ്. ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ഇത് തേജസ്സിന്റെ ശുശ്രൂഷയാണ്. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഞാൻ ഈ പുതു നിയമത്തിന്റെ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. നീങ്ങിപ്പോയ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ നീക്കമില്ലാത്ത പുതു നിയമത്തിന്റെ ശുശ്രൂഷയ്ക്ക് എത്രമാത്രം തേജസ്സുണ്ട്. അതായത് അതിന്റെ പ്രാധാന്യത്തെ കാണുകയാണ്, അതിന്റെ മഹത്വത്തെ കാണുകയാണ്. പലപ്പോഴും കർത്താവിനെ വിലയുന്ന ദൈവദാസന്മാർ പോലും ഞാനൊരു ദൈവദാസനാണെന്നോ ഒരു സുവിശേഷകനാണെന്നോ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെന്നോ ഒക്കെ പറയാനായിട്ട് വളരെ മടിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ സമൂഹം അവരെ അങ്ങനെ ആ നിലകളിൽ മാനിക്കാത്ത കാലഘട്ടമാണ്. ഓർക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവം നമ്മെ പ്രാപ്തരാക്കിയത് കൊണ്ടും തേജസ്സിന്റെ ശുശ്രൂഷയാണെന്നുള്ള മൂല്യം നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ആശപ്പെട്ട് ഒരു ഡോക്ടറെ പറയാൻ അഭിമാനിക്കുന്ന പോലെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പറയാൻ അഭിമാനിക്കുന്ന പോലെ നമുക്ക് പറയാൻ കഴിയണം, ഞാനൊരു സുവിശേഷകനാണ്, ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാനൊരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തോ അത് അത്തരത്തിൽ ഞാൻ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുവാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു അഭിമാനം നമുക്ക് ലജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോകം അങ്ങനെ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മെ കണ്ടു, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു, നമ്മളെ മക്കൾ ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അതുകൊണ്ട് നാം അത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ചെയ്യുവാനായിട്ട് എടുത്തത്. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. കണ്ടോ, ഞങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് തേജസ്സിന്റെ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ലജ്ജിച്ച് നാണിച്ച് നിൽക്കുകയല്ല, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുക. നമ്മുടെ മക്കൾ പരിമേൽപ്പിക്കേണ്ട ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാനുള്ള ഉത്സാഹം ഉണ്ടാകുന്നത് മാത്രമല്ല, ക്ഷീണിച്ചു പോകാതെ അത് പ്രാഗൽഭ്യത്തോടെ നമ്മൾ ചെയ്യുവാൻ ഉത്സാഹികളായിരിക്കണം. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കളെ കാണാതെ കൊണ്ട് മോശ തന്റെ മുഖത്ത് മുടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ന്യായപ്രമാണ ശുശ്രൂഷയുടെയും പുതിയ നിയമ ശുശ്രൂഷ തമ്മിൽ വ്യത്യാസങ്ങൾ കാണിക്കുകയാണ്. പൗലോസ് ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കാണിക്കുവാനായിട്ട് തൻ്റെ എഴുത്തുകളെ ഉപയോഗിക്കുകയാണ്. അത് ഒരു മൂടുപടത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. തേജസ്സിനാൽ കർത്താവായ യേശുക്രിസ്തുവിനാലെ
ആ മൂടുപടം നീങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടാകട്ടെ. കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്, നമ്മൾ കർത്താവ് തിരഞ്ഞെടുത്തത്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ സൂചിപ്പുള്ള കാര്യമാണ്. നമ്മൾ ഓരോ സുവിശേഷകനും, ഓരോ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയും, ഓരോ അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയും, പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയും, വചനം പഠിപ്പിക്കുന്ന വ്യക്തികളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. അല്ലേ? ലോകത്ത് ഒരുപാട് ജനതയുണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗത്ത് കടന്ന് തിരഞ്ഞെടുത്ത് അവർ രക്ഷയിലേക്ക് വരുവാണ്ടിയായിത്തീർന്നു, രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ചിലരെ പിന്നെയും തിരഞ്ഞെടുത്തു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേശകന്മാരായി, ചിലരെ ഇടയന്മാരായി. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കുറെ പേരെ വിളിച്ചു വേർതിരിച്ചു. ആ വേർതിരിച്ച കൂട്ടത്തിൽ നിന്നും ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഇടയന്മാരായി, സുവിശേഷകന്മാരായി, ഉപദേശകളായി തിരഞ്ഞെടുപ്പവരുടെയായി. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു മാന്യതയുണ്ട്. ദൈവം അത് അംഗീകരിക്കുന്നു. മനുഷ്യൻ അംഗീകരിക്കുന്നുള്ളതല്ല, സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നിസ്സാരനല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം നീയോളം വരെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിനെ തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അതെ, ഒരു മറവില്ലാതെ ഒരു ശുശ്രൂഷ. പഴയ മുതലെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവസത്തിന് ചെല്ലുവാനൊക്കെ ഒരു പരിമിതികളുണ്ടായിരുന്നു. ഇന്ന സ്ഥലം വരെ പോകാവുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നമുക്ക് കൃപാസനത്തോളം അടുത്തില്ലുവാനായിട്ട് ഒരവസരം തന്നിരിക്കുകയാണ്. മറവുകളില്ലാതെ ദിവസം കിടന്നില്ലുവാനായി കഴിയുന്നു. മറവില്ലാത്തൊരു ശുശ്രൂഷയുടെ, തേജസ്സുള്ള ശുശ്രൂഷയുടെ വക്താക്കീർത്തം മാറ്റാനിടയായിത്തീർന്നു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിരവധിയായി നിവർത്തിക്കുവാനുള്ളതായ ഒരുക്കവും നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. അടുത്തത്, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നതിനും പറയുന്നു. കർത്താവ് ആത്മാവാകും. ശുശ്രൂഷയിൽ നമുക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട്, അല്ലേ? ഇടയ്ക്ക് കരുന്നവർക്ക് സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അടിമ നോക്കി കുടുങ്ങിപ്പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നുണ്ട്. ഇവിടെ വായിച്ചത് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വളരെ പ്രത്യാശയുടെ ഒരു ഭാഗമാണ് പറയുക. എന്നാണ് പറയുന്നത്, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നാം ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഒരുപാട് കുറവുകളൊക്കെയുള്ള ശരീരമാണ്, അല്ലേ? ക്ഷീണമുള്ള ശരീരം, രോഗമുള്ള ശരീരമാണ്, വേദനയുള്ള ശരീരമാണ്. അത് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ശരീരം എങ്ങനത്തെയാണ്? കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപമായിട്ട് നാം തേജസ്കരണം പ്രാപിക്കാൻ പോവുകയാണ്. ഫിലിപ്പിയർ പൗലോസ് പറയുന്നില്ലേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മൾ കർത്താവ് രക്ഷിതായി വരും. അതുകൊണ്ട് അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ നമ്മൾ വായിച്ചത്, നമ്മൾ കർത്താവിന്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ മുൻവരുന്നതിൽ പഠിച്ചു, മണ്ണുകൊണ്ടുള്ളവൻ്റെ ആ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയൻ്റെ ആ പ്രതിമയും ധരിക്കും, അല്ലേ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുരൂപമായി തീരും. അവൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ കാണുമ്പോൾ നാം അവനായിരിക്കുന്നത് പോലെ നമ്മളുമായിത്തീരുമെന്നാണ്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നമ്മൾ തേജസ്സിന്മേൽ
തേജസ് പ്രാപിച്ച് നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമുള്ള ശരീരമായി നമ്മൾ മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും. നാം ഇവരെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് എനിക്ക് ഇതുവരെ വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് ഇന്ന് വന്നാൽ, ഇന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ, ഈ തേജസ്സുമേൽ തേജസ് പ്രാപിച്ച കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി മാറുന്ന രീതിയിലുള്ളതായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ഞാൻ എന്ന് നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാം, അവിടെ തേജസ് നഷ്ടപ്പെട്ടത് ആദ്യ മനുഷ്യൻ്റെ അനുസരണഘടനയിലാണ് അവനിൽ വ്യാപിച്ചിരുന്നതായ ആ തേജസ് നഷ്ടപ്പെട്ടത്. അതിനെ പറഞ്ഞ നീതിമാൻ ആരുമില്ല, ഒരുത്തനും പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും ദൈവമുമ്പാകെ പാപികളായി എല്ലാ ശിക്ഷയ്ക്ക് ഉടമകളായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്ന് കുരിശിൽ യാഗമായി തീർന്നു. അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷപ്രാപിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ തിരസ്കരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപമായി തിരസ്കരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നുള്ള പ്രതീക്ഷയിലും പ്രത്യാശ ജീവിക്കുകയാണ്. എന്നാൽ ഇതുവരെയും യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്ത് രക്ഷകനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ പാഠം കേൾക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ പാപികളാണ്, പാപത്തിന് ശിക്ഷയുണ്ട്, സ്വയമേ രക്ഷപ്രാപിപ്പാൻ സാധ്യമല്ല. ഇന്ന് രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രൂശിൽ മരിപ്പാൻ ഇടയായിത്തീർന്നു. അത് വിശ്വസിച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുക, ശിക്ഷാവിൽ നിന്നും ഒഴിവുള്ളവരായി തീരുക. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് മുന്നിലെ നമ്മുടെ ആത്മാവിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പേരെഴുതി കാണുന്നില്ല എങ്കിൽ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത് മനസ്സിലാക്കിയുണ്ട് അപ്രകാരം ജീവിതത്തെ ക്രമീകരിപ്പാനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവധിയുമില്ല. ആ നിലകളിൽ വിശ്വാസത്തോടെ ജീവിച്ച് ഈ തിരസ്കരിക്കപ്പെട്ട രൂപാന്തര ശരീരത്തിന് യോഗ്യന്മാരെ തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളായിരിക്കും അവർ. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലെ വഴിത്താരയിൽ എപ്പോഴെങ്കിലും ദൈവകൃപയായിട്ട് അന്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കല്ല, കൈവിടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കല്ല, മറിച്ച് എടുക്കപ്പെടുന്ന കൂട്ടത്തിലായി തീരുവാനായിട്ട് നിങ്ങളെയും ക്രമീകരിപ്പാനായ കർത്താവ് ഈ പാഠം മുഖാന്തരമകളെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനായിട്ട് നമുക്ക് ഓരോ പാഠം പഠിക്കുമ്പോഴും ഓരോ സെക്ഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതത് സെക്ഷനിൽ ദൈവാത്മാവിനോട് ഇടപെടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീഴ്ചകളെ മനസ്സിലാക്കി, കുറവുകളെ മനസ്സിലാക്കി അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ക്രമീകരണത്തോടെല്ലാം ആയിരിക്കാനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അനുദിനവും ഒരു പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് നമ്മുടെ പാഠത്തെ ഉപയോഗിക്കാൻ സഹായിക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. കേവലം ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഉപരിയായിട്ട് ദൈവത്തോട് ഒരു പടി കൊണ്ട് അടുക്കുക എന്നുള്ളതാകട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കാണാം, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? കർത്താവിന്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനുള്ളതായ ഒരു ഒരുക്കവും സമർപ്പണവും എനിക്കുണ്ടോ? കർത്താവ് ഇന്ന് രാത്രിയിൽ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ മരണം സംഭവിച്ചാൽ ഞാൻ കൈവിടപ്പെട്ടു പോകുന്ന കൂട്ടത്തിലായിത്തീരുമോ, എടുക്കപ്പെടുന്ന കൂട്ടത്തിലായിത്തീരുമോ? ശാന്തമായിട്ട് വേറെ ആരോടും പറയുവാനോ വേറെ ആരും ചോദിക്കുവാനോ ഒന്നുമല്ല, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ സമർപ്പിച്ച് ഒന്നും കൂടെ ഒരു ക്രമീകരണമൊക്കെ ആവശ്യമാണെങ്കിൽ, നവീകരണം ആവശ്യമാണെങ്കിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ തന്നെ കാണുവാൻ, കുറവുകളെ മനസ്സിലാക്കുവാൻ, ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പഠിച്ച എല്ലാവരും നിങ്ങളുടെ വരും നാളെ എടുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. തേജസ്സുമേൽ തേജസ് പ്രാപിച്ചവരായ ഞങ്ങളുടെ സന്നിധിയിൽ വിളങ്ങുവാനായി ഇവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അധ്യാപകരെ അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷത്ത് പ്രാർത്ഥിക്കുന്നവരെയും സഹായിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നവരെയും സന്ദർശനം പങ്കുവയ്ക്കുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും
അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് അങ്ങനെ അങ്ങിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് കർത്താവിനെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചത് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ കർത്താവിന് വിസ്താരം ചെറുകടിയിൽ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ സഹകരണത്തിന് പ്രോത്സാഹനം നന്ദി വീണ്ടും പറയുന്നു. ഒപ്പം തന്നെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം. മറ്റുള്ളവരോട് ഈ പാഠപദ്ധതിയോട് പറയണം. ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ God bless you.